അതായത് മോഡൽസ് ഓഫ് ആറ്റം. മോഡൽസ് ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ ദ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, അതുപോലെ ന്യൂട്രോൺസ്. The arrangement of electron, proton, neutron in an atom is called models of atom. ആറ്റത്തിന്റെ ഘടന അല്ലെങ്കിൽ ആറ്റത്തിന്റെ മാതൃക എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വഴി ഇലക്ട്രോണുകളെയും അതുപോലെ പ്രോട്ടോണുകളെയും അതുപോലെ എന്തുവാണ് ബെർലിയത്തെ ആൽഫ പാർട്ടിക്കിളിനെ കൊണ്ട് കൊളൈഡ് ചെയ്തുകൊണ്ട് ന്യൂട്രോണുകളെയൊക്കെ ചാഡ്വിക്കൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന്റെ ചാർജുകളും മാസുകളൊക്കെ നമ്മൾ ചില മെത്തേഡിലൂടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇനി നമുക്ക് ഈ പാർട്ടിക്കിളായ ഇലക്ട്രോണുകളെയും പ്രോട്ടോണുകൾക്കും അതുപോലെ ന്യൂട്രോണുകളും ആറ്റത്തിൽ എവിടെയാണ് ഉള്ളത്, എവിടെയാണ് ഇരിക്കുന്നത്, അവർക്ക് ആറ്റത്തിൽ ഒരു സ്ഥാനം കൊടുക്കണം. അത് അങ്ങനെയുള്ള കാര്യത്തെയാണ് നമ്മൾ മോഡൽസ് ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ദ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് മോഡൽസ് ഓഫ് ആറ്റം അല്ലെങ്കിൽ അറ്റോമിക് മോഡൽ എന്ന് പറയും. അപ്പൊ ആറ്റത്തിന് ആദ്യമായി എന്ന് പറഞ്ഞുകൂടെങ്കിൽ കൂടി ആറ്റത്തിന് ഇതിന്റെ ഒരു മോഡൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് തോംസൺ മോഡൽ ഓഫ് ആറ്റം. നമുക്ക് സിലബസിലുള്ള കാര്യമാണ്, അപ്പൊ എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. മോഡൽസ് ഓഫ് ആറ്റം. മോഡൽസ് ഓഫ് ആറ്റത്തില് തോംസൺ പ്രിയ വിദ്യാർത്ഥികളെ, നെറ്റിന്റെ ഒരു ചെറിയൊരു പ്രശ്നം വന്നാണ്. അപ്പൊ ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് തോംസൺ മോഡൽ ഓഫ് ആറ്റമാണ് നമുക്ക് പറയാനുള്ളത്. ജെ തോംസൺ എന്ന സയന്റിസ്റ്റ് ആറ്റത്തിന്റെ മോഡലുകൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് ആദ്യമായി പറയാനുള്ളത്. According to Thomson model, atom is a positively charged sphere. ആദ്യത്തെ ഒരു ഗോളമായിട്ടാണ് തോംസൺ പരിഗണിക്കുന്നത്. പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ക്രിക്കറ്റ് ബോൾ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മോഡലുള്ള ഒരു മോഡലായിട്ടാണ് തോംസൺ പരിഗണിക്കുന്നത്. ആറ്റം ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ. അതായത് ഒരു ബോൾ, ക്രിക്കറ്റ് ബോൾ അല്ലെങ്കിൽ ഒരു ടെന്നീസ് ബോൾ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ, ആ ഫുട്ബോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പോസിറ്റീവ് ചാർജിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്. പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ചാർജായ പ്രോട്ടോണുകളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണ് മോർ ഓർ ലെസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതിലെന്തുവാണ്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ അതിലിങ്ങനെ വാരി വിതറിയിരിക്കുന്ന മോഡലാണ് തോംസൺ പരിഗണിക്കുന്നത്. അക്കോർഡിംഗ് ടു തോംസൺ മോഡൽ, ആറ്റം ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ഇൻ വിച്ച് ഇലക്ട്രോൺ ഈസ് മോർ ഓർ ലെസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതിലെന്താണ്? ആ ക്രിക്കറ്റ് ബോളിലേക്ക് നെഗറ്റീവ് ചാർജായ ഇലക്ട്രോണുകൾ എന്താ ചെയ്യുക? അവിടെയും ഇവിടെ എന്താ ചെയ്യുക? വാരി വിതറിയിരിക്കുന്ന ഒരു മോഡലായിട്ടാണ് തോംസൺ പരിഗണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും നമ്പറുകൾ ഈക്വൽ ആയതിനാൽ ആറ്റമാണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഷോക്ക് ആയിരിക്കും. സജിതാരനാണ് ആറ്റമീസിനാണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അപ്പൊ എങ്ങനെയാണ് തോംസന്റെ മോഡൽ? അക്കോർഡിംഗ് ടു തോംസൺ മോഡൽ, ആറ്റം ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ഇൻ വിച്ച് ഇലക്ട്രോൺ ഈസ് നാണ് മോർ ഓർ ലെസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട്. അതെന്താ ചെയ്യുക? ചില എന്താ ചെയ്യുക? യൂണിഫോംലി എല്ലായിടത്തും ഒരേപോലെ. ചിലയിടത്തുന്ന ചെയ്യുക എല്ലായിടത്തും ഒരേപോലെയാണ്, ചിലയിടത്തുന്ന ചെയ്യുക അങ്ങനെ എല്ലായിടത്തും ഒരേപോലെയല്ല. അങ്ങനെ ഒരു കലബലയായിട്ടാണ് ഇലക്ട്രോണുകൾ എന്താ ചെയ്യുക? വിതറിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യുക? എങ്കിൽ കൂടി ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും നമ്പറുകൾ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് എന്താ ചെയ്യുക? ആറ്റം എന്തുവാണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഈ മോഡലിന് ഒരു പേരുണ്ട്, പ്ലം പുഡിംഗ് മോഡൽ എന്ന് കൂടി പറയും. ഈ മോഡൽ എന്താ പറയുക? പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയും. ഓക്കെ ആണല്ലോ? പ്ലം
പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ മറ്റൊരു പേര് കൂടിയുണ്ട് വാട്ടർ മെലൺ മോഡൽ എന്ന് പറയും. പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ. വാട്ടർ മെലൺ എന്ന് പറഞ്ഞാൽ വത്തക്കയാണ് അല്ലെ, വത്തക്കയായിട്ടാണ് വത്തക്കയുടെ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നുന്ന വത്തക്കയല്ല, വത്തക്കയുടെ ചുവപ്പ് സാധനം, നമ്മൾ തിന്നുന്ന സാധനം എന്തുവാണ്? പ്രോട്ടോൺ ആണ്. ഓക്കെ അല്ലെ, ആ ചുവപ്പ് സാധനം എന്തുവാണ്? നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ചുവപ്പ് സാധനം എന്തുവാണ്? പ്രോട്ടോൺ ആണ്. ഓക്കെ അല്ലെ, അതിലുള്ള കുരു, അതിലെ വിത്ത് അല്ലെങ്കിൽ ആ കുരു അല്ലെങ്കിൽ സീഡ് എന്തുവാണ്? ഇലക്ട്രോൺ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പൊ നമ്മളൊരു വത്തക്ക നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചില ഏരിയ മുകൾ ഭാഗത്ത് നജിയ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ ആ മുകൾ ഭാഗത്ത് നജിയ കുരുവിന്റെ എണ്ണം കൂടുതലേ, പിന്നെ താഴോട്ട് നജിയ കുരുവിന് ആ സീഡിന്റെ എണ്ണം എന്താ ചെയ്യുക? കുറയും. അപ്പൊ എന്തുവാണ്? മേലെ കൂടുതലാണ്, തൊട്ട് താഴെ എന്താ ചെയ്യുക? കുറവാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും യൂണിഫോം അല്ല. ഈ രീതിയിലുള്ള ഒരു മോഡലാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്? തോംസൺ മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ചില ഏരിയകളിൽ ഈ കുരു ആയ സീഡായ ഇലക്ട്രോണുകൾ എന്താ ചെയ്യുക? കൂടുതൽ കാണും. ചിലയിടത്ത് ഈ ഇലക്ട്രോണിന്റെ എണ്ണം കുറവാണ്. അപ്പൊ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? കൂടുതൽ ഇലക്ട്രോൺ ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ എന്താ ചെയ്യുക? അവരെ റിപ്പല് ചെയ്യാൻ സാധിക്കും, തമ്മിൽ പരസ്പരം എന്താ ചെയ്യുക? വികർഷിക്കാൻ സാധ്യത. അപ്പൊ സ്വാഭാവികമായും ഒരു സിസ്റ്റത്തിലെ പാർട്ടിക്കിളുകൾ വികർഷിക്കുമ്പോൾ എന്താ ചെയ്യുക? അതിന്റെ സ്റ്റെബിലിറ്റി എന്താ ചെയ്യുക? കുറയും. എന്ന് പറഞ്ഞാൽ തോംസന് അദ്ദേഹത്തിന്റെ മോഡൽ പ്രകാരം ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് കൃത്യമായി പറയാൻ പറ്റിയില്ല. he cannot explain stability of atom എന്ന് പറഞ്ഞാൽ തോംസന്റെ മോഡലിന്റെ ഒരു അപാകതയാണ്. അദ്ദേഹത്തിന്റെ മോഡൽ പ്രകാരം എന്തുവാണ്? ആറ്റം എന്തുവാണ്? സ്റ്റേബിൾ അല്ല. എന്നാൽ യഥാർത്ഥത്തിൽ എന്തുവാണ്? ആറ്റം എന്തുവാണ്? സ്റ്റേബിൾ ആണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാം, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും ആറ്റങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നില്ല. അപ്പൊ അതൊക്കെ എന്തുവാണ്? സ്റ്റേബിൾ ആണ്. എന്നാൽ തോംസന്റെ മോഡൽ ശരിയാണെങ്കിൽ ആറ്റം ഉണ്ടാകില്ല. റൂദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അപ്പൊ എന്താ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്? ആറ്റത്തിലെ പാർട്ടിക്കിളായ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി റൂദർഫോർഡ് നടത്തിയ എക്സ്പെരിമെന്റിന്റെ പേരാണ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി arrangement of electron, proton, neutron in an atom, Rutherford conducted an experiment called എന്താണ്? സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ആ എക്സ്പെരിമെന്റ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. റൂദർഫോർഡ് വളരെ തിന്നായുള്ള, വളരെ കട്ടി കുറഞ്ഞ ഒരു ഗോൾഡ് ഷീറ്റ് എടുത്തു. He take a thin gold foil, വളരെ തിന്നായിട്ടുള്ള, ഒരു പക്ഷെ നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങേ ഭാഗത്ത് കാണുന്ന രീതിയിലുള്ള അത്രയും തിന്നായിട്ടുള്ള ഒരു ഗോൾഡിന്റെ, സ്വർണത്തിന്റെ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്ന ഷീറ്റാണ്. ഓക്കെ, ഇതിലേക്ക് ഈ ഗോൾഡ് ഫോയിലിനെ വളരെ ഫാസ്റ്റായി മൂവ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളിനെ കൊണ്ട് ഇടിക്കുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളിനെ കൊണ്ട് ഇടിക്കുന്നു. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹീലിയം 2-4, ഹീലിയം ആറ്റത്തെയാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയും. ഹീലിയം 2-4 ഹീലിയം ആറ്റത്തെയാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയും. ഓക്കെ, ഇനി ഇദ്ദേഹം സ്വാഭാവികമായും ഈ ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ഫോയിലിനെ കൊണ്ട് ഇടിക്കും. ഇനി ഈ ഗോൾഡ് ഫോയിലിലൂടെ കടന്നു പോകുന്ന ഈ ആൽഫ പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ ഇദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നു. ഹി ഒബ്സർവ് ദി ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആഫ്റ്റർ പാസിംഗ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ. അപ്പൊ ആറ്റത്തെ നമുക്ക് എന്താ ചെയ്യാം? കൃത്യമായി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ട എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഒരു സർക്കുലർ ആയിട്ടുള്ള ഫ്ലൂറസെന്റിന്റെ കോട്ടിങ്ങോട് കൂടിയ ഒരു സെറ്റപ്പ്. ഫ്ലൂറസെന്റിന്റെ പദാർത്ഥമാണ് സിങ്ക് സൾഫേറ്റ്. ആൽഫ പാർട്ടിക്കിളിനെ, ആറ്റങ്ങളെ നമ്മൾ ഒരാറ്റത്തെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യുക? അതിൻ്റെതായ എക്സ്പെരിമെന്റൽ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഒരു സർക്കുലർ ആയിട്ടുള്ള ഫ്ലൂറസെന്റിന്റെ സബ്സ്റ്റൻസ് കോട്ട് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് ഇടിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഡിഫറൻറ്റ് കളറോട് കൂടി മിന്നിത്തിളങ്ങുന്ന
സബ്സ്റ്റൻസുകളാണ് സിങ്ക് സൾഫൈഡ്. സിങ്ക് സൾഫൈഡിന്റെ ഒരു കോട്ടിങ്, ഇപ്പോൾ ഈ ബോർഡിന് മുകളിൽ സിങ്ക് സൾഫൈഡിന്റെ ഒരു കോട്ടിങ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് എന്താ ചെയ്യുക, ലൈറ്റ് വരുമ്പോൾ എന്താ ചെയ്യുക, അത് വീണ്ടും എന്താ ചെയ്യുക, നന്നായി തിളങ്ങും. നമ്മൾ പരസ്യ ബോർഡിലൊക്കെയുള്ള ആ മിന്നി തിളങ്ങുന്ന സാധനം എന്തുവാണ്, സിങ്ക് സൾഫൈഡ് ആണ്. സിങ്ക് സൾഫൈഡിന്റെ കോട്ടിങ് ഉണ്ടെങ്കിൽ ലൈറ്റ് എന്താ ചെയ്യുക, റീ എമിറ്റ് ചെയ്യും. അപ്പം ഇത്രയാണ് എക്സ്പെരിമെന്റ്. അപ്പം എന്തുവാണ് ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്? Rutherford take a very thin gold foil and it is bombarded with and it is collided with a fast moving alpha particle. ഈ ഗോൾഡ് ഫോയിലിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളിനെ കൊണ്ട് ഇടിക്കുന്നു. He observed the direction of movement of alpha particle after passing through the gold foil. ഇദ്ദേഹം എന്തുവാ ചെയ്യുക, ഗോൾഡ് ഫോയിലൂടെ കടന്നുപോയ ആൽഫ പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ ഒക്കെ അദ്ദേഹം എന്തുവാണ് ഒബ്സർവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് റൂദർഫോർഡ് എക്സ്പെരിമെന്റ്? ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നതാണ് ആദ്യത്തിലെ പാർട്ടിക്കിളായ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും അറേഞ്ച്മെന്റുകൾ കണ്ടെത്താൻ വേണ്ടി റൂദർഫോർഡ് നടത്തിയ എക്സ്പെരിമെന്റിന്റെ പേരാണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അപ്പോൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? He take a very thin gold foil and it is bombarded എന്ന് ഇടിക്കുക, and it is collided with a fast moving alpha particle. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു? He observed the direction of movement of alpha particle after passing through the gold foil. ഗോൾഡ് ഫോയിലൂടെ കടന്നുപോയ ആൽഫ പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ എന്തുവാണ് ഇദ്ദേഹം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ ചെയ്യും. അപ്പൊ ഇദ്ദേഹം എന്തൊക്കെയാണ് കണ്ടത് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. ഒബ്സർവേഷൻ ബൈ ഹാർട്ട് പഠിച്ചോളും, എക്സാമിന് ചോദിക്കുന്നതാണ്. ആൽഫ പാർട്ടിക്കിൾ, റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻ ഓഫ് എന്നാണ് ആൽഫ പാർട്ടിക്കിൾ, റൂദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് എന്തുവാണ് എക്സാമിന് ചോദിക്കുക. ഫസ്റ്റ് പോയിന്റ് ആണ് ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിളും ഗോൾഡ് ഫോയിലൂടെ നേരെ അങ്ങ് കടന്നു പോകുന്നു. ഫസ്റ്റ് പോയിന്റ് ആണ് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. എന്താണ്? Most of the alpha particle pass through the gold foil without any deviation. by heart പഠിച്ചോളൂ. ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾ എന്താ ചെയ്യുക, ഈ ഗോൾഡ് ഫോയിലൂടെ നേരെ അങ്ങ് കടന്നു പോകുന്നു, ഒരു മാറ്റവും ഇല്ലാതെ അങ്ങ് നേരെ അങ്ങ് കടന്നു പോകുന്നു. ഇതാണ് ഒന്നാമത്തെ കീ ഒബ്സർവ്. റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻ ഓഫ് എന്നാണ് റൂദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന എക്സാമിന് ചോദിക്കും. അപ്പൊ എന്തുവാണ്? ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിളും യാതൊരുവിധ വ്യതിയാനവും കൂടാതെ സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ എന്താ ചെയ്യാൻ, നന്നായിട്ട് എന്താ ചെയ്യാം, ഫ്ലൂറസെന്റിന്റെ ലൈറ്റ് എന്താ ചെയ്യാൻ നന്നായിട്ട് ഓക്കെ അല്ലെ, നേരെയാണ് കടന്നു. രണ്ടാമത്തെ ഒബ്സർവേഷൻ ആണ് സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ആർ ഡീവിയേറ്റഡ് ഇൻ എ വെരി സ്മോൾ ആംഗിൾ. കുറച്ച് ആൽഫ പാർട്ടിക്കിൾ ഒരു വളഞ്ഞിട്ടാണ് സഞ്ചരിക്കുന്നത്, ചെറിയൊരു ഡീവിയേഷനിലൂടെ അങ്ങ് കടന്നു. ഡീവിയേഷൻ വ്യതിചലിച്ചു എന്ന് പറഞ്ഞാൽ ഏതാനും ലൈറ്റുകൾ എന്താ ചെയ്യാൻ ഇവിടെയാണ് കിട്ടുന്നത്. അതായത് ഒരു 100 ആൽഫ പാർട്ടിക്കിൾ നമ്മൾ കടത്തി വിടുകയാണെങ്കിൽ ഒരു 94, 95 അല്ലെ 98 ഓളം എന്താ ചെയ്യുക, ആൽഫ പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ 1 or 2 ആൽഫ പാർട്ടിക്കിൾ ഇവിടെയാണ് നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ആർ ഡീവിയേറ്റഡ് ഇൻ എ വെരി സ്മോൾ ആംഗിൾ. ഓക്കെ, ശരി. അതുപോലെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ ഈ ഗോൾഡ് ഫോയിൽ കടന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല, എവിടെയോ തട്ടി തിരിച്ചു പോകും. സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ആർ റീകോയിൽഡ് ബാക്ക്. കുറച്ച് ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, എവിടെയോ തട്ടി തിരിച്ചു. അപ്പോൾ ഒരു 100 എണ്ണത്തിൽ ഒരു 94, 95 എന്താ ചെയ്യുക, നേരെ കടന്നുപോയി. 1 or 2 എന്താ ചെയ്യുക,
ചെറിയൊരു ആംഗിൾ തിരിഞ്ഞ് കറങ്ങിയിട്ട് ഇവിടെ ഈ ഭാഗത്താണ് വരുന്നത്. കുറച്ച് എന്തുവാണ് ഏതാനും ആൽഫ പാർട്ടികൾ എന്താ ചെയ്യുക, ഗോൾഡ് ഫോയിലിൽ കടന്നിട്ട് ആ സൈഡിലേക്ക് പോകുന്നില്ല. അപ്പൊ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ആർ പാസ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ആർ പാസ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ ആണ്. സെക്കൻഡ് വൺ എന്തുവാണ്, some of the alpha particle are deviated in a very small angle. കുറച്ച് ആൽഫ പാർട്ടിക്കിൾ എന്താ ചെയ്യുന്നത്, വെരി സ്മോൾ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന കറങ്ങുന്നത്. പിന്നെ സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ആർ റീകോയിൽഡ് ബാക്ക്, എന്ത് ചെയ്യുക, തട്ടിയിട്ട് തിരിച്ചു പോകുന്ന അല്ലെ റിഫ്ലക്റ്റഡ് ബാക്ക് അല്ലെ, എവിടെ എന്ത് ചെയ്യുക, ഗോൾഡ് ഫോയിൽ തന്നെ തട്ടിയിട്ട് പുറകു വശത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒബ്സർവേഷൻ. എക്സാമിന് ചോദിക്കും alpha particle scattering experiment observation ഒക്കെയാണ്. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ആർ പാസ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ബഹുഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ഫോയിലൂടെ കടന്നു പോകുന്നു. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ആർ പാസ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഓക്കെ, നമ്പർ 2 ആണ് ഇത്. മോസ്റ്റ് ഓഫ് ഒന്നാമതാണ് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ without any deviation. പിന്നെ സെക്കൻഡ് വൺ എന്താണ്, സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ആർ ഡീവിയേറ്റ് ഇൻ എ വെരി സ്മോൾ ആംഗിൾ, ചെറിയൊരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യും. മൂന്നാമത്തത് സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ആർ റിഫ്ലക്റ്റഡ് അല്ലെ റീകോയിൽഡ് ബാക്ക്, അല്ലെ എവിടെയോ തട്ടിയിരുന്നാൽ ചെയ്യാൻ തിരിച്ച് വരുന്ന ഈ രീതിയിലുള്ള എക്സ്പെരിമെന്റുകളാണ്, ഒബ്സർവേഷനുകളാണ് കിട്ടുക. അപ്പൊ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. റൂദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഒബ്സർവേഷൻസുകൾ കൃത്യമായിട്ട് എക്സാമിന് ചോദിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, എക്സ്പെരിമെന്റുകളെ കുറിച്ച് അങ്ങനെ നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല, ഇതുവരെ അങ്ങനെ ചോദ്യം ചോദിച്ചാൽ കാണുന്നില്ല. അപ്പൊ എങ്കിൽ കൂടി സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് എന്തുവാണ്, ആരത്തിലെ പാർട്ടിക്കിളിലായ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണിന്റെ അറേഞ്ച്മെന്റുകൾ കണ്ടെത്താൻ വേണ്ടി റൂദർഫോർഡ് നടത്തിയ എക്സ്പെരിമെന്റിന്റെ പേരാണ് ഏത്, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ് എങ്ങനെ ചെയ്യുന്നത്, ഇതൊരു ഗോൾഡ് ഫോയിൽ ആണെന്ന് വിചാരിക്കുക, ഇത് സ്വർണത്തിന്റെ തകിടാണെന്ന് വിചാരിക്കുക. ഇതിലേക്ക് എന്താ ചെയ്യുക, ഫാസ്റ്റ് മൂവ് ചെയ്യുന്ന, വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് ഇടിക്കുന്നു. അപ്പൊ ഇതിലൂടെ കടന്നുപോയ ആൽഫ പാർട്ടിക്കിളിന്റെ ഡയറക്ഷനിലാണ് ഇത് ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നത്. അതിന് എക്സ്പെരിമെന്റൽ സെറ്റപ്പുകളൊക്കെ എന്തുവാണ് വേണം. ശരി, അപ്പൊ എന്തൊക്കെയാണ് ഒബ്സർവേഷനിലെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒബ്സർവേഷൻസുകൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി റൂദർഫോർഡ് ഈ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ചെയ്ത് നടത്തിയ ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആടത്തിന്റെ ഒരു മാതൃകകൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സയൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊട്ട് മുൻപിലെ സയന്റിസ്റ്റുമാർ പറഞ്ഞ മോഡലുകൾ കംപ്ലീറ്റ് ആയിട്ട് നിരാകരിക്കുകയാണ്. അതിലുള്ള പോസിറ്റീവായ വശങ്ങളൊക്കെ, പോസിറ്റീവായ കാര്യങ്ങളൊക്കെ എന്താണ് ഇദ്ദേഹം എടുക്കും, നെഗറ്റീവായ ലിമിറ്റേഷൻസുകളാണ് ഒഴിവാക്കുന്നത്. ഒരിക്കലും ഒരാൾ പറഞ്ഞത് പൂർണ്ണമായും അംഗീകരിക്കാത്ത ഒരു പരിപാടികളൊന്നും സയൻസിൽ നടക്കത്തില്ല. അപ്പൊ തോംസൺ എങ്ങനെയാണ് പരിഗണിച്ചിരിക്കുന്നത്, ആറ്റം ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആറ്റം എന്നുമാണ് സ്ഫെറിക്കൽ ഷേപ്പ്, ക്രിക്കറ്റ് ബോൾ മോഡലുള്ള ഒരു മോഡലായിട്ട് തന്നെയാണ് ഇദ്ദേഹം പരിഗണിക്കുന്നത്. അത് തോംസൺ പറഞ്ഞ സാധനമാണ്. അതേ കാര്യം തന്നെയാണ് റൂദർഫോർഡ്, ആറ്റം എന്നുമാണ് സ്ഫെറിക്കൽ ഷേപ്പ് ഒക്കെയാണ്. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ മോഡലുകൾ നോക്കാം. സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ ഫസ്റ്റ് പോയിന്റ് എന്തുവാണ്, most of the alpha particle are passed through the gold foil without any deviation. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് ആറ്റത്തിന്റെ ബഹുഭൂരിഭാഗം സ്പേസുകളും എംപ്റ്റി ആണ്. മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻസൈഡ് ദി atom is empty.
ആറ്റത്തിലെ ബഹുഭൂരിഭാഗ സ്പേസുകൾ എന്തുവാണ്? എം ടി ആണ്, കാലിയാണ്. ആറ്റത്തിന്റെ ഭൂരിഭാഗ സ്പേസുകളും കാലിയായതിനാലാണ് ആറ്റത്തിന്റെ ഭൂരിഭാഗ സ്പേസുകളും കാലിയായതിനാലാണ് ഗോൾഡ് ഫോയിലൂടെ ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിളും യാതൊരുവിധ വ്യതിയാനവും കൂടാതെ കടന്നു പോകുന്നത് എന്നാണ് അദ്ദേഹത്തിന് അതിന്റെ അർത്ഥം. ഒന്നാമത്തെ എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിൽ, ഒന്നാമത്തെ ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിൽ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ആർ പാസ് ടു ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷനിൽ നിന്ന് അദ്ദേഹമാണ് പറയുന്നത് ഇങ്ങനെയാണ്: ആരത്തിന്റെ ഭൂരിഭാഗ സ്പേസുകൾ എന്താണ്? എം ടി ആണ്, കാലിയാണ്. അതുകൊണ്ടാണ് ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിളും യാതൊരുവിധ തടസ്സവും കൂടാതെ സ്ട്രെയിറ്റ് ലൈനിലൂടെ കടന്നു പോയത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻസൈഡ് ദി ആറ്റം ഈസ് എം ടി ആണ്. അപ്പോൾ സ്ഫെറിക്കൽ ഷേപ്പാണ് റൂദർഫോർഡും ആറ്റത്തെ പരിഗണിക്കുന്നത്. അത് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻസൈഡ് ദി ആറ്റം ഈസ് എന്നാണ്, എം ടി ആണ്. സെക്കൻഡ് വണ്, രണ്ടാമത്തെ ഒബ്സർവേഷൻ ആണ് കുറച്ച് ആൽഫ പാർട്ടിക്കിൾ എന്തുവാണ്? ചെറിയൊരു ആംഗിൾ ഡീവിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തെ ഒബ്സർവേഷൻ ആണ് കുറച്ച് ആൽഫ പാർട്ടിക്കിൾ എവിടെയോ തട്ടിയിട്ട് തിരിഞ്ഞു പോകുന്നു. ഇതിൽ നിന്നും അദ്ദേഹം പറയുന്ന കാര്യം, കുറച്ച് ആൽഫ പാർട്ടിക്കിൾ എവിടെയോ തട്ടിയിട്ട് തിരിച്ചു പോകണമെങ്കിൽ, റീകോയിൽഡ് ബാക്ക് ആണെങ്കിൽ അവിടെ എന്തോ ഒരു തടസ്സം ഉണ്ടായിരിക്കണം. അവിടെ എന്താ ചെയ്യുക? ഒരു ഹെവി ആയിട്ടുള്ള എന്തോ ഒരു മാസ് ഉണ്ട്, ഒരു മതില് മോഡൽ, ഒരു ചുമര് മോഡൽ, എന്തോ ഒരു സാധനങ്ങൾ ഉണ്ടായേക്കാം. ഓക്കെ, അവിടെ പാർട്ടിക്കിളുകൾ പിടിക്കുന്ന കൊണ്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്? ആൽഫ പാർട്ടിക്കിൾ റീകോയിൽഡ് ആയിരിക്കുന്നത്. അതുപോലെ ഈ മാസിന്റെ ഈ സൈഡിലേക്ക് ഒരു പക്ഷേ ഇടിക്കുന്ന കൊണ്ടായിരിക്കാം ആൽഫ പാർട്ടിക്കിൾ ചെറിയൊരു ആംഗിൾ കറങ്ങിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ പെന്ന് ഇത് റൊട്ടേറ്റ് ആണ്. ഇപ്പൊ ഇവിടെ ഒരു ബോൾ കൊണ്ടുകഴിഞ്ഞ് നേരെ പുറകോട്ടേക്ക്, ഇനി ഈ സൈഡിലാണ് കൊള്ളുന്നതെങ്കിലും അങ്ങോട്ടേക്ക് വളഞ്ഞു പോകും. അതിൽ നിന്ന് ഇദ്ദേഹം ചില കാര്യങ്ങൾ പറയാണ്. ആറ്റത്തിന് മാസ് ഉണ്ട്. ഈ മാസുകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മിഡിലാണ്, സെൻട്രലാണ്. ഓൾമോസ്റ്റ് ഓൾ മാസ് ഓഫ് ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ഇറ്റ്സ് സെന്റർ. ആറ്റത്തിന്റെ മാസുകളുണ്ട്. ആറ്റത്തിന്റെ മാസുകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മിഡിലാണ്. ഓക്കെ, അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. ഓൾമോസ്റ്റ് ഓൾ മാസ് ഓഫ് ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ഇറ്റ്സ് സെന്റർ കോൾഡ് ന്യൂക്ലിയസ്. അപ്പോൾ ചോദിക്കും, ന്യൂക്ലിയസ് ആരാണ് കണ്ടുപിടിച്ചത്? ആറ്റത്തിലെ ന്യൂക്ലിയസ് എന്ന ടേം അല്ലെ, ന്യൂക്ലിയസ് ആരാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ റൂദർഫോർഡ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ന്യൂക്ലിയസിന്റെ മിഡിലേക്ക് ഇടിക്കുന്നത് കൊണ്ടാണ് കുറച്ച് ആൽഫ പാർട്ടിക്കിൾ തട്ടിത്തിരിച്ചു പോവുകയും, അതുപോലെ ഈ സൈഡിലേക്ക് ഇടിക്കുന്നത് കൊണ്ടാണ് ചെറിയൊരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു പോവുകയും ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിൽ എന്താ ചെയ്യുക? ആറ്റത്തിന്റെ ഭൂരിഭാഗ സ്പേസുകൾ എം ടി ആണ്. ആറ്റത്തിന്റെ ഭൂരിഭാഗ സ്പേസുകൾ എം ടി ആണ്. ഓൾമോസ്റ്റ് ഓൾ മാസ് ഓഫ് ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ഇറ്റ്സ് സെന്റർ കോൾഡ് ന്യൂക്ലിയസ് എന്ന് പറയും. ഓക്കെ, ശരി. അടുത്തതായിട്ട് ഇദ്ദേഹം പറയുന്നത് മൂന്നാമത്തെ, ന്യൂക്ലിയസിന് മാസ് ഉണ്ട്, അതുപോലെ ചാർജ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന്റെ ചാർജും മാസും ഓരോ എലമെന്റിനും വ്യത്യാസമായിരിക്കും. ചാർജ് ആൻഡ് മാസ് ഓഫ് ന്യൂക്ലിയസ് ചേഞ്ച് ഫ്രം വൺ എലമെന്റ് ടു അനദർ. ചാർജ് ആൻഡ് മാസ് ഓഫ് എലമെന്റ് change from one element to another. ന്യൂക്ലിയസിന് ചാർജ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ ചാർജും മാസും ഓരോ എലമെന്റിനും വ്യത്യാസമാണ്. ഇപ്പൊ നമുക്കറിയാം, ആവർത്തന പട്ടികയിൽ 180 118 എലമെന്റുകളുണ്ട്. ഈ 118 എലമെന്റിന്റെ ന്യൂക്ലിയസിന്റെ ചാർജും മാസും എന്താ ചെയ്യുക? വ്യത്യാസമായിരിക്കും. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ചാർജും മാസും ആയിരിക്കില്ല. ഹീലിയം അതായിരിക്കില്ല, കാർബൺ അതായിരിക്കില്ല, ഓക്സിജൻ അതായിരിക്കില്ല, നൈട്രജൻ അതായിരിക്കില്ല, ഗോൾഡ്, അയൺ ഒക്കെ വ്യത്യാസമായിരിക്കും. ഇപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് ഉണ്ട്, അതുപോലെ മാസ് ഉണ്ട്. അപ്പൊ എന്തുവാണ്? ഈ ന്യൂക്ലിയസിന്റെ ചാർജും മാസും ഓരോ എലമെന്റിനും എന്താ ചെയ്യുക? വ്യത്യാസമായിരിക്കും. ഫസ്റ്റ് പോയിന്റ് എന്തുവാണ്? മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻസൈഡ് ദി ആറ്റം ഈസ് എന്നാണ്, എം ടി ആണ്.
പിന്നെ ഓൾമോസ്റ്റ് ഓൾ മാസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ഇറ്റ്സ് സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ് എന്ന് പറയും. പിന്നെ ചാർജ് ആൻഡ് മാസ് ഓഫ് ന്യൂക്ലിയസ് ചേഞ്ച് ഫ്രം എന്നാണ് വൺ എലമെന്റ് ടു അനദർ. ന്യൂക്ലിയസിന്റെ ചാർജുകളും മാസുകളും ഓരോ എലമെന്റിനും എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. ഓക്കെ ആണല്ലോ? ശരി. അടുത്ത പോയിന്റ് ആണ് ഇത് ന്യൂക്ലിയസ്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത്. അപ്പൊ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റുന്ന സർക്കുലർ പാത്തിലൂടെ ഇങ്ങനെ കറങ്ങും. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത്. ഓക്കെ അല്ലേ? അപ്പൊ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റുന്ന സർക്കുലർ പാത്തിലൂടെ ഇങ്ങനെ കറങ്ങിയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻസൈഡ് ദി ആറ്റം ഈസ്, നമുക്ക് അത് ഒബ്സർവേഷൻ. ഓൾമോസ്റ്റ് ഓൾ most of the alpha particle are passed through the hole without any deviation. അദ്ദേഹം പറയുന്നത് ആറ്റത്തിന്റെ ഭൂരിഭാഗം സ്പേസുകൾ എം ടി ആണ്, അതുകൊണ്ടാണ് ആൽഫ പാർട്ടിക്കിൾ നേരെ പോയത്. ആറ്റത്തിന് മാസ് ഉണ്ട്, ആ മാസുകളൊക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലാണ്, സെൻട്രലാണ്. അതിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയാം. പിന്നെയോ ഓരോ ന്യൂക്ലിയസിന്റെ ചാർജും മാസും വ്യത്യാസമായിരിക്കും. ചാർജ് ആൻഡ് മാസ് ഓഫ് ന്യൂക്ലിയസ് ചേഞ്ച് ഫ്രം എന്നാണ് വൺ എലമെന്റ് ടു അനദർ. ചാർജ് ആൻഡ് മാസ് ഓഫ് ന്യൂക്ലിയസ് ആണ്. ചാർജ് ആൻഡ് മാസ് ഓഫ് ന്യൂക്ലിയസ് ചേഞ്ച് ഫ്രം എന്നാണ് വൺ എലമെന്റ് ടു അനദർ. ഓക്കെ ആണല്ലോ? ശരി. പിന്നെ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത്. പിന്നെ അടുത്തൊരു പോയിന്റ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ ഓൾമോസ്റ്റ് ഈക്വൽ. ഇലക്ട്രോണിന്റെ ചാർജും പ്രോട്ടോണിന്റെ ചാർജും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ആറ്റം ഈസ് എന്നാണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ഡ്യൂ ടു എന്നാണ് നമ്പർ ഓഫ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഈക്വൽ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും നമ്പറുകൾ ഈക്വൽ ആയതിനാൽ ആറ്റം എന്തുവാണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ലാസ്റ്റ് പോയിന്റ് എന്തുവാണത്? ടോട്ടൽ നെഗറ്റീവ് ചാർജ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഓഫ് ആറ്റം ഈസ് ഈക്വൽ ആണ്. സോ ദാറ്റ് ആറ്റം ഈസ് ആണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം ഈസ് ഈക്വൽ. സോ ദാറ്റ് ആറ്റം ഈസ് ആണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജിന്റെയും അതുപോലെ നെഗറ്റീവ് ചാർജിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ആറ്റം എന്തായിരിക്കും? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഏകദേശം ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു സോളാർ സിസ്റ്റം മോഡലുള്ള ഒരു സോളാർ സിസ്റ്റം എങ്ങനെയാണോ ആ രീതിയിലുള്ള ഒരു മോഡലാണ് ഇദ്ദേഹം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സോളാർ സിസ്റ്റത്തിന് പ്രത്യേകം എന്താ ചെയ്യാം? മിഡിലിൽ സൺ ആണല്ലേ? ഓക്കെ അല്ലേ? അതുപോലെ പ്ലാനറ്റുകൾ ഇങ്ങനെ ഈ സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നില്ലേ അല്ലേ? പ്ലാനറ്റുകൾ ഇങ്ങനെ അല്ലേ? പ്ലാനറ്റുകൾ ഇങ്ങനെ ഇതിന് ചുറ്റും എന്താ ചെയ്യുക? ഗ്രഹങ്ങൾ സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു. ഈ രീതിയിലുള്ള ഒരു മോഡലാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്? റൂദർഫോർഡ് ഉണ്ടാക്കി. അപ്പൊ സണ്ണിന് പകരം ന്യൂക്ലിയസ്, പ്ലാനറ്റിന് പകരം എന്തുവാണ്? ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങുന്നു. ഈ രീതിയിലുള്ള ഒരു മോഡലാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്? റൂദർഫോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ 2 ചോദ്യങ്ങളാണ് ചോദിക്കുക. റൂദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻസുകൾ ചോദിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടന്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് എന്നാണ്. പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പോയിന്റുകൾ. റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടന്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. റൂദർഫോർഡ് ആറ്റത്തിന്റെ മോഡലുകൾ എങ്ങനെയാണ്? പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോരോ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് അദ്ദേഹം ആറ്റത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഒന്ന് തോംസൺ മോഡല്, എൻ്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകത പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡലാണ്. ആറ്റം ഈസ് എന്നാണ് പോസിറ്റീവ്ലി ചാർജ് സ്ഫിയർ ഇൻ വിച്ച് ഇലക്ട്രോൺ ഈസ് എന്നാണ് മോർ ഓർ ലെസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. സോ ദാറ്റ് ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അപ്പൊ അതിനെയാണ് വാട്ടർ മെലൺ മോഡൽ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ
പിന്നെ അദ്ദേഹം ഒരു വാക്കിലായിട്ട് അങ്ങ് പറയുന്നതാണ്. എന്നാൽ റൂദർഫോർഡ് ആണെങ്കിൽ എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്, സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആറ്റത്തിന്റെ മോഡലുകൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അവിടെ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും. റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന് റൂദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ചോദിക്കും. ഓക്കെ ആണല്ലോ. ശരി, ഇനി ഇതില് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ വേണം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് റൂദർഫോർഡ് മോഡലിന് ചില ലിമിറ്റേഷൻസുകളൊക്കെ ഉണ്ട്. ആ ലിമിറ്റേഷൻസുകൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാവണമെങ്കിൽ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വേണം. അപ്പം റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഡ്രോബാക്കുകൾ നമുക്ക് പെട്ടെന്ന് പറയാനാവില്ല. ഒരു 2-3 ക്ലാസ്സിന് ശേഷം മാത്രമാണ് ആ മോഡലിന് ചില അപാകതകളൊക്കെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അപാകത എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നമുക്ക് പറയാം. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തുടക്കം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാകില്ല. അതുകൊണ്ട് അതിന്റെ ഡ്രോബാക്കുകളൊക്കെ നമ്മൾ ഇത്തിരി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ തോംസന്റെ മോഡൽ ഓഫ് ആറ്റം നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ അത് സ്റ്റേറ്റ്മെന്റ് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ് അതിന്റെ ലിമിറ്റേഷൻ ഒക്കെയായിരുന്നു. ഹി കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. നമ്പർ 2 എന്നാണ് ഹി കനോട്ട് എക്സ്പ്ലെയിൻ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അതായത് റൂദർഫോർഡ് നടത്തിയ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് തോംസൺ മോഡൽ പ്രകാരം ചെയ്താൽ കിട്ടില്ല. ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പം റൂദർഫോർഡ് മോഡൽ ഓഫ് ആർട്ടിന്റെ ഡ്രോബാക്കുകൾ, ലിമിറ്റേഷൻ, അപാകത, അതിന്റെ പരിമിതികൾ നമുക്ക് പറയണം. അത് പറയണമെന്നതിന് മുൻപ് നമുക്ക് മറ്റു ചില കാര്യങ്ങളെ കുറിച്ച് ധാരണ വേണം. അപ്പൊ ഞാൻ ലിമിറ്റേഷൻ ഇത്തിരി കുറച്ച് കഴിഞ്ഞാലാണ് പറയുന്നത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്ക് ഈ ക്ലാസ്സിൽ ഒരു നോട്ട്സ്, പെന്നും പേപ്പറും ഒക്കെ ആവശ്യമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് ഒരു പക്ഷേ നിങ്ങൾ പെന്നും പേപ്പറൊക്കെ എടുത്ത് വെക്കേണ്ടത്, നമുക്കൊരു പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ആണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ നമ്മൾ സെഡ് എന്ന സിമ്പൽ ഉപയോഗിച്ചുകൊണ്ടാണ് സെഡ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് അറ്റോമിക് നമ്പർ. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ എൻ ആറ്റം. ആറ്റത്തിലെ പ്രോട്ടോണിന്റെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഇനി ആറ്റത്തിലാണെങ്കിൽ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം ഈക്വൽ ആയിരിക്കും. എന്നാൽ മറ്റു ചില അയോണുകളിലൊക്കെ ആണെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണവും പ്രോട്ടോണിന്റെ എണ്ണം ഈക്വൽ ആകണമെന്നില്ല. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണത്തെയാണ് നമ്മൾ എന്താ പറയുക, അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ എൻ ആറ്റം. ആറ്റത്തിലാണെങ്കിൽ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം ഈക്വൽ ആയിരിക്കും. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ എൻ ആറ്റം, അല്ലെ പ്രസന്റ് ഇൻ എ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിന്റെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയും. സെഡ് എന്ന സിംബൽ ആണ്. ഓക്കെ, അതുപോലെ മറ്റൊരു ടേമാണ് മാസ് നമ്പർ. നമ്മൾ സിംബൽ കൊടുക്കുക എ എന്ന സിംബൽ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെ എണ്ണത്തെയാണ് നമ്മൾ എന്താ പറയുക, മാസ് നമ്പർ എന്ന് പറയുക. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് പ്രസന്റ് ഇൻ എൻ ആറ്റം. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും അതുപോലെ ന്യൂട്രോണിന്റെയും ആകെ എണ്ണത്തെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലേ പറഞ്ഞു, പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും നമ്മൾ എന്ത് പറയും, ന്യൂക്ലിയോൺസ് എന്ന് പറയൂലേ.
അപ്പോൾ ന്യൂക്ലിയോൺസിന്റെ എണ്ണത്തെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയും. അപ്പൊ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞിരുന്നു ന്യൂക്ലിയസിലെ പാർട്ടിക്കിളായ പ്രോട്ടോണിന്റെയും ന്യൂട്രോണുകളെയും നമ്മൾ ഒന്നിച്ച് പറയുകയാണ് ന്യൂക്ലിയോൺസ്. അപ്പൊ ന്യൂക്ലിയോൺസിന്റെ എണ്ണത്തെയാണ് മാസ് നമ്പർ. അല്ലെ നമുക്ക് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അങ്ങോട്ട് നമുക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇറ്റ് ഈസ് ദ സം ഓഫ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, മാസ് നമ്പർ എന്ന് പറയാം. ഇത് നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഇനി നമ്മൾ ഒരു എലമെന്റിന്റെ സിംബൽ എക്സ് ആണെന്ന് വിചാരിക്കും. കാർബൺ സി, അതുപോലെ ഓക്സിജൻ ആണ് O, നൈട്രജനാണ് N, ഗോൾഡ് ആണെങ്കിൽ AU, ഇങ്ങനെയൊക്കെ നമ്മൾ സിംബൽ കൊടുക്കും. അപ്പൊ സിംബലിന്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ എഴുതുന്ന ടേമാണ് ഇത് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ ആണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതുക. അപ്പൊ നമ്മൾ എലമെന്റുകൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എലമെന്റ് സിംബലിന്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടാണ് അറ്റോമിക് നമ്പർ എഴുതാം. അതുപോലെ മുകളിൽ എഴുതുന്നതാണ് മാസ് നമ്പർ. മാസ് നമ്പർ നമ്മൾ മുകളിൽ ലെഫ്റ്റിലോ റൈറ്റിലോ എഴുതും. ഇത് ലെഫ്റ്റ് എഴുതിയാലും റൈറ്റ് എഴുതിയാലും കുഴപ്പമില്ല. എന്നാൽ അറ്റോമിക് നമ്പർ ലെഫ്റ്റിൽ മാത്രമാണ് എഴുതാൻ പാടുള്ളൂ, റൈറ്റിൽ എഴുതിയാൽ പാടില്ല. അപ്പൊ നമ്മൾ ഒരു എലമെന്റ് സിംബൽ എങ്ങനെയാണ് എഴുതുക? എലമെന്റ് സിംബലിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തെഴുതുക? അറ്റോമിക് നമ്പർ ആണ് എഴുതുക. റൈറ്റ് സൈഡിലാണെങ്കിൽ മാസ് നമ്പർ എഴുതുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ചോദിക്കും കാർബൺ 612 അല്ലെ, കാർബൺ 612. അപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ വരും, ഇതിലുള്ള പ്രോട്ടോണിന്റെയും അതുപോലെ ന്യൂട്രോണിന്റെയും ഒക്കെ എണ്ണമൊക്കെ എഴുതാൻ ചോദിക്കും അല്ലേ. അപ്പോൾ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ഓഫ് ഫോളോയിങ് എലമെന്റ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ കാർബൺ 612 ആണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന സാധനമാണ് ഇത് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാണ്? 6 ആണ്. പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണവും ഈക്വൽ ആയതിനാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ് അത് തന്നെയാണ് ഇലക്ട്രോണിന്റെ എണ്ണവും കിട്ടല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രോട്ടോണിന്റെ എണ്ണം 6 ആണ്. ആറ്റം ആയതുകൊണ്ട് ഇലക്ട്രോണിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെ എണ്ണം കിട്ടിയല്ലോ. ശരി, ഇനി മാസ് നമ്പർ എത്രയാണ്? 12 ആണ്. ഓക്കെ അല്ലേ, മാസ് നമ്പർ 12 ആണ്. അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞായിരുന്നു പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് 12 അല്ലെ. പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോണിന്റെ എണ്ണമാണ് 12. അങ്ങനെയാണ് ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു കിട്ടാൻ 12 മൈനസ് P അല്ലെ. N ഈസ് ഈക്വൽ ടു 12 മൈനസ് P. എത്രയാണ് കിട്ടിയത്? 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ന്യൂട്രോണിന്റെ എണ്ണവും കിട്ടി. ഓക്കെ അല്ലേ. അപ്പൊ ഈ രീതിയിലാണ് എക്സാമിന് ചോദ്യം. ഇപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അലൂമിനിയം 1327. Calculate the number of proton, neutrons, electrons present in the following. അപ്പോൾ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ അലൂമിനിയം 1327 ഇതിലുള്ള പ്രോട്ടോണിന്റെ എണ്ണം വരുന്നത്. അപ്പൊ നമുക്ക് ഇതെത്രയാണ്? പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു 13 അല്ലെ. അറ്റോമിക് നമ്പർ 13 ആയതുകൊണ്ട് പ്രോട്ടോൺ 13. ഇലക്ട്രോൺ എത്രയായിരിക്കും? പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കും, 13 തന്നെ. ഇനി മാസ് നമ്പർ എത്രയാണ്? 27 അല്ലെ. മാസ് നമ്പർ 27 ആണ്. അപ്പം P പ്ലസ് N 27 അല്ലെ. അങ്ങനെയാണ് N സമം എത്ര കിട്ടാം? 27 മൈനസ് P എത്രയാണ്? 27 മൈനസ് P എത്രയാണ്? 13 അല്ലെ. അപ്പൊ ന്യൂട്രോൺ എത്രയാണ് കിട്ടുക? 14 അല്ലെ. 27 മൈനസ് 13 14.
എന്ന് പറഞ്ഞാൽ മുകളിലുള്ള നമ്പർ മൈനസ് താഴെയുള്ള നമ്പറിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? ന്യൂട്രോണ് കിട്ടും. ഓക്കെ അല്ലേ? ഇപ്പം ഓക്കെ, ഓക്സിജൻ 8-17, ഓക്സിജൻ 8-17 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാതെ തന്നെ ഒറ്റയടിക്ക് പറയാം. പ്രോട്ടോൺ 8 ആണ്, ഇലക്ട്രോൺ 8 ആണ്, ന്യൂട്രോണോ 17 - 8. ഇതിന്റെ ഡിഫറൻസ് ആണ് ഇത് ന്യൂട്രോൺ. അപ്പൊ എത്രയാണ്? 17 - 8 എത്രയാണ്? 9 ആണ്. ഇപ്പൊ പ്രോട്ടോണ് 8, ഇലക്ട്രോണ് 8, ന്യൂട്രോണോ 17 - 8 എത്രയാണ്? 9 ആണ് കിട്ടുക. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഇതൊരു ടാബുലാർ കോളം മോഡലൊക്കെയാണ് ചോദിക്കാം. അപ്പൊ ഇത് നിങ്ങൾ ഞാനൊരു ക്വസ്റ്റ്യനുകൾ ഞാൻ അയച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ടാബുലാർ കോളം മോഡലുള്ള ഫില്ല് ചെയ്യാനാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ എന്ന് പറഞ്ഞിട്ടാണ് എക്സാമിന് ചോദിക്കുക. ഓക്കെ, അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണമാണ്. ലെഫ്റ്റ് സൈഡിൽ താഴെ എഴുതാണ് അറ്റോമിക് നമ്പർ. പിന്നെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണ് ന്യൂട്രോണിന്റെ സമ്മാണ് മാസ് നമ്പർ. റൈറ്റ് സൈഡിൽ റൈറ്റോ ലെഫ്റ്റോ ടോപ്പിൽ എഴുതാണ് അല്ലെ? അത് ഇവിടെയോ എഴുതിയാൽ കുഴപ്പമില്ല. പക്ഷെ അറ്റോമിക് നമ്പർ ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് എഴുതാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തെറ്റും. ഓക്കെ ആണല്ലോ? അതുപോലെ മറ്റൊരു ചില ടേമുകളുണ്ട്. ഞാനിവിടെ 3 എലമെന്റുകൾ എഴുതിയിട്ടുണ്ട്. H11, H12, H13. ഓക്കെ അല്ലേ? H11, H12, H13. ഈ 3 പേരെയും ഞാൻ ഒന്നിച്ച് പറയുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഐസോടോപ്പ് എന്ന് പറയും. ഐസോടോപ്പ് എന്ന് പറയും. ഈ 3 പേരെ ഞാൻ ഒന്നിച്ചെന്ന് പറയാം, ഐസോടോപ്പ് എന്നത്. അപ്പൊ നമുക്ക് ഐസോടോപ്പുകൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കുക, മാസ് നമ്പർ വ്യത്യാസമാണ്. ഈ 3 അറ്റോമിക് നമ്പർ 111 ആണല്ലോ, അറ്റോമിക് നമ്പർ സെയിം ആണ്. എന്നാൽ മുകളിൽ എഴുതിയ നമ്പർ ആണ് ഡിഫറൻറ്റ്. ഒന്നാമത്താണ് 1, അല്ലെങ്കിൽ 2, അടുത്ത 3 അല്ലെ? അപ്പൊ അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ വ്യത്യാസവുമാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്താ പറയുക? ഐസോടോപ്പ് എന്ന് പറയുന്നത്. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്, ആറ്റംസ് ഓഫ് എലമെന്റ് ഹാവിംഗ് ആണ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറൻറ്റ് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ സെയിമും അതുപോലെ മാസ് നമ്പർ വ്യത്യാസവുമാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്താ പറയുക? ഐസോടോപ്പ് എന്ന് പറയും. അപ്പൊ ഡിഫൈൻ ഐസോടോപ്പ് എന്ന് വെച്ചാൽ ആറ്റംസ് ഓഫ് എലമെന്റ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറൻറ്റ് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കാം, അതുപോലെ മാസ് നമ്പർ വ്യത്യാസവുമാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? ഐസോടോപ്പ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഈ കേസിൽ പ്രോട്ടോണിന്റെ എണ്ണം 1 ആണല്ലോ, ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. ന്യൂട്രോണിന്റെ എണ്ണത്തിൽ കിട്ടാം 1 - 1 0. ഈ കേസിലാണെങ്കിലും പ്രോട്ടോണ് 1, ഇലക്ട്രോണ് 1, ന്യൂട്രോണ് 2 - 1 1. ഇവിടെയും പ്രോട്ടോണ് 1, ഇലക്ട്രോണ് 1, ന്യൂട്രോണ് 2 അല്ലെ? അല്ലെ നമുക്ക് വേറെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടാക്കാം. നമുക്ക് ഇത് മതി സ്റ്റേറ്റ്മെന്റ് ആദ്യം. എന്നാൽ കൂടി എന്താ പറയുക? പ്രോട്ടോണിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കാം, എന്നാൽ ന്യൂട്രോണിന്റെ എണ്ണം വ്യത്യാസമാണെങ്കിൽ അവരെയാണ് എന്താ പറയുക? ഐസോടോപ്പ് എന്ന് പറയുന്നത്. ആറ്റംസ് ഓഫ് എലമെന്റ് ഹാവിംഗ് ആണ് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺ ബട്ട് ഡിഫറൻറ്റ് നമ്പർ ഓഫ് ന്യൂട്രോൺ ആണെങ്കിൽ ഐസോടോപ്പ് എന്ന് പറയും. ഓക്കെ, നമുക്ക് അത് ഇത്തിരി പഠിക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കും. നമുക്ക് എന്ത് പറയാം? ആറ്റംസ് ഓഫ് എലമെന്റ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറൻറ്റ് മാസ് നമ്പർ. ഇത് മതി നമുക്ക്. ഒരു എക്സാമ്പിൾ ആണ് H11, H12, H13. അപ്പൊ ഇതിലൊരു പ്രത്യേകതയുണ്ട്. H11-ലാണെങ്കിൽ ന്യൂട്രോൺ ഇല്ല. അപ്പോൾ നമ്മൾ ആവർത്തന പട്ടികയിൽ
118 എലമെന്റുകളുണ്ട്. ആ 118 എലമെന്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു ആളാണ് H11, ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എന്തില്ല, ന്യൂട്രോൺ ഇല്ലാത്ത, ന്യൂട്രോൺ എന്ന പാർട്ടിക്കിൾ ഇല്ലാത്ത ഒരേ ഒരു എലമെന്റ് ആണ് ആര്, ഒരേ ഒരു ആറ്റമാണ് ആര്, ഒരേ ഒരു എലമെന്റ് ആണ് ആര്, ഹൈഡ്രജൻ. ഓക്കെ അല്ലേ? അപ്പൊ ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ആണ് H11, H12, H13. ഇതിൽ H11 എന്തില്ല, ന്യൂട്രോൺ ഇല്ല. അപ്പൊ ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു പാർട്ടിക്കിൾ ആണ് ആര്, ഹൈഡ്രജൻ. ബാക്കി എല്ലാ പാർട്ടിക്കിളിലും എന്തുണ്ടാവും, ന്യൂട്രോണുകൾ കാണും. ഓക്കെ ആണല്ലോ, ശരി. അപ്പൊ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ഓഫ് എലമെന്റ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. ഓക്കെ ആണല്ലോ. അടുത്ത കുറച്ച് സ്പീഷീസുകളെ ഞാൻ എഴുതിയിരിക്കുകയാണ്. ആർഗൺ 1840, പൊട്ടാസ്യം 1940, കാൽഷ്യം 2040. ഓക്കെ, ആർഗൺ 1840, പൊട്ടാസ്യം 1940, കാൽഷ്യം 2040. ഓക്കെ, ഈ ഗ്രൂപ്പിനെ ഞാൻ ഒന്നിച്ച് പറയാം. ഐസോ ബാർ എന്ന് പറയും. എന്താ പറയാ, ഐസോ ബാർ എന്ന് പറയും. ഓക്കെ, ഐസോ ബാർ എന്ന് പറയും. എങ്ങനെ പറയാം, ഇവിടെ മുകളിൽ എഴുതിയ നമ്പർ സെയിം ആണ്, മാസ് നമ്പർ സെയിം ആണ്, എന്നാൽ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. ഓക്കെ അല്ലേ? ആറ്റംസ് ഓഫ് എലമെന്റ് ഹാവിംഗ് ആണ് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ബട്ട് സെയിം മാസ് നമ്പർ. അല്ലെ, മാസ് നമ്പർ സെയിം ആയിരിക്കുക, എന്നാൽ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണെങ്കിൽ അവരെയാണ് നമ്മൾ എന്താ പറയുക, ഐസോ ബാർ എന്ന് പറയും. ആറ്റംസ് ഓഫ് എലമെന്റ് ഹാവിംഗ് ആണ് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ബട്ട് സെയിം മാസ് നമ്പർ, അതിനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഐസോ ബാർ എന്ന് പറയും. അപ്പൊ ഈ ഐസോടോപ്പ് ആയാലും ഐസോ ബാർ ആയാലും ഒരു ഗ്രൂപ്പ് നിങ്ങൾ നിർബന്ധമായി പഠിക്കണം. അപ്പൊ ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോടോപ്പ് ആണെങ്കിലും ഈ മൂന്നെണ്ണത്തിൽ മിനിമം രണ്ടെങ്കിലും വേണം അല്ലെ. അപ്പൊ ഒരു ഗ്രൂപ്പാണ് എക്സാമ്പിൾ. അപ്പോൾ ഐസോടോപ്പിന് H11, H12, H13. അപ്പൊ ഐസോ ബാർ ആണ് നിങ്ങളൊരു എക്സാമ്പിൾ പഠിക്കണം. ഓക്കെ അല്ലേ? എന്തുവാണ്, ആർഗൺ 1840, പൊട്ടാസ്യം 1940, കാൽഷ്യം 2040. എന്തെങ്കിലും ഇതിൽ രണ്ടെണ്ണെങ്കിലും അതുപോലെ ഇതിനും രണ്ടെണ്ണെങ്കിലും വേണം. അപ്പോൾ മിനിമം രണ്ടെണ്ണെങ്കിലും ആണ് ഒരു എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മിനിമം 2 പാർട്ടിക്കിളെങ്കിലും വേണം. അങ്ങനെയുള്ളതാണ് എക്സാമ്പിൾ ആയത്. അപ്പൊ എക്സാമിന് ഐസോടോപ്പ് ഇത് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും, അതിന് എക്സാമ്പിൾ എഴുതാൻ ചോദിക്കും. അതുപോലെ ഐസോ ബാർ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും, അതുപോലെ അതിന്റെ എക്സാമ്പിൾ ചോദിക്കും. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ, അടുത്തൊരു ഗ്രൂപ്പ് എഴുതിയിട്ടാണ് CON2. ഇവരെ നമ്മൾ പറയാ ഐസോസ്റ്റർ എന്നാണ് പറയുക. ഐസോസ്റ്റർ, കാർബൺ മോണോക്സൈഡ് N2, ഇവരെ നമ്മൾ പറയാ ഐസോസ്റ്റർ എന്ന് പറയും. അപ്പൊ ഈ ഐസോസ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കാർബൺ മോണോക്സൈഡ് ഒരു കാർബണിന്റെ ഓക്സിജൻ, അപ്പൊ ആകെയുള്ള ആരത്തിന്റെ എണ്ണം 2 ആണ്. ഇതിലും N2 2 ആറ്റം. ഓക്കെ അല്ലേ? അപ്പം ഇതിൽ പ്രത്യേകത ചെയ്യാം, ഈ 2 സ്പീഷീസിലുമുള്ള ആറ്റത്തിന്റെ എണ്ണം സെയിം ആണ്. ഇനി കാർബണിന്റെ അറ്റോം നമ്പർ 6 ആണ്, ഓക്സിജന്റെ അറ്റോം നമ്പർ 8 ആണ്. ഓക്കെ അല്ലേ? ആകെയുള്ള ഇലക്ട്രോൺ 14 ആണ്. നൈട്രജന്റെ അറ്റോം നമ്പർ 7 ആണ്. അപ്പൊ 2 നൈട്രജൻ ആകുമ്പോൾ 7, 14. ഓക്കെ, അപ്പൊ ഐസോസ്റ്റർ എന്ന് പറഞ്ഞാൽ 2 സ്പീഷീസിലുള്ള ആറ്റത്തിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കുക, അതിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കുക. അപ്പോൾ 2 വ്യത്യസ്തങ്ങളായ സ്പീഷീസുകളിലുള്ള ആറ്റത്തിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം ഈക്വൽ ആണെങ്കിൽ അവരെയാണ് നമ്മൾ എന്താ പറയുക, ഐസോസ്റ്റർ എന്ന് പറയാം. സ്പീഷീസ് കണ്ടെയ്നിങ് ആണ് സെയിം നമ്പർ ഓഫ് ആറ്റം ആൻഡ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ. വ്യത്യസ്തങ്ങളായ സ്പീഷീസുകളിൽ ആറ്റത്തിന്റെ എണ്ണവും അതുപോലെ ഇലക്ട്രോണിന്റെ എണ്ണവും ഈക്വൽ ആണെങ്കിൽ അവരെയാണ് നമ്മൾ എന്താ പറയുക, ഐസോസ്റ്റർ എന്ന് പറയുക. നമുക്ക് നോക്കാം മറ്റൊരു എക്സാമ്പിൾ. CO2 N2O.
CO2 അതുപോലെ N2. അപ്പൊ ഈ CO2 എന്ന് പറയുന്ന ഈ മോളിക്യൂളിലുള്ള ആകെ ആറ്റത്തിന്റെ എണ്ണം എത്രയാണ്? 3 N2 2 നൈട്രജനും 1 ഓക്സിജനാണ്, 3. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ 3 ആറ്റങ്ങളുണ്ട്, ഇതിൽ 3 ആറ്റങ്ങളുണ്ട്. ഇനി കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6. അപ്പൊ അതിലൂടെ ഇലക്ട്രോണിന്റെ എണ്ണം 6. ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 8. 8 × 2 16. അപ്പൊ ആകെ 2 2 16 22 ഇലക്ട്രോൺ. ഇതിലോ നൈട്രജന് ആറ്റോമിക് നമ്പർ 7. 7 × 2 പ്ലസ് ഓക്സിജൻ 8. 14 8 22. അപ്പൊ ഇതിലെന്താണ്? ഈ CO2-ൽ 22 ഇലക്ട്രോണുകളുണ്ട്, അതുപോലെ N2-ലും 22 ഇലക്ട്രോണുകൾ. അപ്പം ഈ 2 സ്പീഷീസിന് പ്രത്യേകം എന്താ ചെയ്യുക? അതിലുള്ള ആറ്റത്തിന്റെ എണ്ണം ഈക്വൽ ആണ്, അതുപോലെ ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആണ്. അപ്പൊ ആറ്റത്തിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കാം, അതുപോലെ ഇലക്ട്രോണിന്റെ എണ്ണം, രണ്ടും തുല്യമെന്നല്ല, ആറ്റങ്ങളുടെ എണ്ണം ഈക്വൽ ആയിരിക്കാം, അതുപോലെ ഇലക്ട്രോണുകളുടെ എണ്ണവും ഈക്വൽ ആയിരിക്കാം. ഇങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഐസോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആറ്റത്തിന്റെ എണ്ണം 5 ആണെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം 5 എന്നല്ല അർത്ഥം. രണ്ടെണ്ണത്തിലുമുള്ള ആറ്റത്തിന്റെ എണ്ണം 5 ആണ്, 5 ആയി. ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 10 ആണെങ്കിൽ അത് 10 ആയിരിക്കും. എന്നാൽ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കാം, മാസ് നമ്പർ ഡിഫറൻറ്റ്. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഇല്ലേ? മാസ് നമ്പർ ഈക്വൽ ആയിരിക്കാം, അറ്റോമിക് നമ്പർ ഡിഫറൻറ്റ് ആയിരിക്കും. ഇനി ഐസോസ്റ്റർ എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കാം, അതുപോലെ ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആണെങ്കിൽ ഇവരെയാണ് നമ്മൾ എന്താ പറയുക? ഐസോസ്റ്റർ എന്ന് പറയും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകളിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പം പലരും ചോദിച്ചിട്ട് ആൻസർ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആൻസർ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ ആണല്ലേ? അപ്പോൾ ഇതെല്ലാം നോട്ടുകൾ ഞാൻ അയച്ചു തരുന്നത് നിങ്ങൾ എഴുതി വെക്കണം, അല്ലെങ്കിൽ അതിനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ ഞാൻ എടുക്കുമ്പോൾ ക്ലാസ്സുകൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ആരും ആൻസറുകളൊന്നും പറയാനില്ല. അപ്പം 1-2 ആൾക്കാർക്ക് പറഞ്ഞത് അവിടെ സ്റ്റക്ക് ആവുന്നു എന്നുള്ള കാര്യമാണ്. ഓക്കെ, ശരി. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക്